എടാ എന്തൊക്കെയാണ് നടക്കുന്നത്? 2026 ആയപ്പോഴത്തേക്കും ആദ്യം കുറച്ച് അടിപൊളിയായിരുന്നു, കുറച്ച് കോമഡിയൊക്കെ ആയിരുന്നു. നമ്മുടെ മമിത ബൈജുവും ഗീതു മോഹൻദാസൊക്കെ കയറിപ്പോയി. പിന്നെ എന്താ ജോമോ ഒക്കെ വന്നിട്ടൊക്കെ പോയി. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, എന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടേ. കൊച്ചു പിള്ളേര് 14-15 വയസ്സ് പ്രായം തന്നെ പിള്ളേരെ കാണിക്കുന്ന ഓരോ കറാമ്പറപ്പുകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിള്ളേർ കാണിക്കുന്ന വേലയല്ല ഇത്, അതിന് കുരുത്തക്കേടെന്ന് പറയാൻ പറ്റും. അത് ഇതൊന്നും കുരുത്തക്കേടായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. കാണിക്കുന്ന ഓരോ പരിപാടികൾ കണ്ടിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണം. ഇത് എല്ലാവരോടും വിചാരിച്ചാലേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം മോശമായൊരു ജനറേഷനായിരിക്കും വളർന്നു വരാൻ പോകുന്നത്. അത് നമ്മളിപ്പോൾ വിചാരിക്കും അവിടെയല്ലേ ഇവിടെയല്ലേ അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേ നമ്മൾ വിചാരിക്കും. അല്ല, നമ്മുടെ വീടുകളിൽ ഇത് സംഭവിക്കും. നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മ പോലും സേഫ് അല്ല എന്നുള്ളൊരു കാലഘട്ടം ആണ് ഇതെന്നൊക്കെ തിരിച്ചറിയുന്ന കുറേ കാര്യങ്ങളാണ് ഈയിടെയായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന പുള്ളിയുടെ അടുത്ത് പറയുക, ഓപ്പണായിട്ട് പച്ചയ്ക്ക് ഓപ്പണായിട്ട് സംസാരിക്കുക അവരുടെ അടുത്ത് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി. കാരണം ഇപ്പോഴത്തെ പിള്ളേരെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, 14-15 വയസ്സിൽ 10 വയസ്സുള്ള പിള്ളേർക്കൊക്കെ എല്ലാ പരിപാടിയും അറിയാം. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ ഇരട്ടിക്ക് അറിവ് നിങ്ങൾക്കും പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് ഫോണൊക്കെ വാങ്ങിച്ച് കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ അകത്ത് എന്തിനാണ് അവർ ചെയ്യുന്നത് കൂടെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള മനസ്സൂടെ കാണിക്കണം. നിങ്ങൾ സ്കൂളിലും സ്പെഷ്യൽ ട്യൂഷനൊക്കെ വിടുന്ന പൈസ ഇട്ട് ചിലവാക്കി അവരെ പഠിപ്പിച്ച് അവരെന്താണ് ഒരു 100-ന് 100 മാർക്ക് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിലും സൊസൈറ്റിയിലെ നല്ല ആളായിട്ടാണോ വളർന്നു വരുന്നതെന്നെങ്കിലും തിരിച്ചറിയാനായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക ഓപ്പണായിട്ട്. അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഒന്ന് പറയണോ തോന്നി. എനിക്കൊരു ചാനലല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ചാനലിൽ കൂടെ ഇത് എത്ര പേര് കാണുമെന്ന് അറിഞ്ഞുകൂടാ. 10 പേര് കണ്ടാൽ 10 പേര്, അത്രയ്ക്കേ എനിക്കുള്ളൂ. എന്തായാലും ഒന്ന് നോക്കുക. ഓക്കെ.